ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചന്ദ്രയുടെ വഴിയിൽ വെച്ച് ഞാൻ മനോജിനെ കണ്ടിരുന്നു. എന്നോടുള്ള വാശിയില് അമ്മയെ പുറത്തു വിടാതെ മനോജും ഹരിതയും ചേർന്ന് തടഞ്ഞു വെച്ചിരിക്കുക. എന്നിട്ട് നീ ഇങ്ങ് പോന്നോ? അമ്മയെ ബലമായി പിടിച്ചുകൊണ്ടുവരാനുള്ള ശക്തിയും പ്രാപ്തിയും ഒക്കെ എനിക്കുണ്ട്. പക്ഷേ അതിന് വയ്യാഞ്ഞിട്ടുമല്ല. ഞാനത് ചെയ്താൽ ചേട്ടനും അനിയനും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതിന് അതൊരു കാരണമാവും. അതുകൊണ്ട് അമ്മയെ കയറി ഒന്ന് കാണുക പോലും ചെയ്യാതെ ഞാനിങ്ങ് തിരിച്ചു പോന്നു. സമ്മതിക്കില്ല ഞാൻ. എന്റെ ഭാര്യയെ തടഞ്ഞു വെക്കാനുള്ള എന്ത് അവകാശമാ മനോജിനും ഹരിതയ്ക്കും ഉള്ളത്? അച്ഛാ, ഇത് മനോജും ഹരിതയും കൂടി മുൻകൂട്ടി ആലോചിച്ചുകൊണ്ടുള്ളൊരു തന്ത്രമാണ്. അമ്മയെ വിടാതെ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് അച്ഛൻ അറിയാനാ. അമ്മയെ എന്ത് ത്യാഗം സഹിച്ചും അച്ഛൻ കൂട്ടിക്കൊണ്ടുവരുമെന്ന് അവർക്കറിയാം. അങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നാൽ പിന്നെ അമ്മയെ അങ്ങോട്ട് പറഞ്ഞുവിടുന്ന പ്രശ്നമില്ലെന്നും അവർക്കറിയാം. അങ്ങനെ വരുമ്പോ ഹരിതയുടെ ആഗ്രഹം പോലെ അമ്മയുടെ ഉത്തരവാദിത്തം അവരുടെ തലയിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിയും. അതാ അവരുടെ ലക്ഷ്യം. അപ്പൊ ചന്ദ്രുവിനെ കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ ചെല്ലുന്നതും പ്രതീക്ഷിച്ച് അവര് കാത്തിരിക്കുകയാണല്ലേ? നന്നായി. എങ്കിൽ ചന്ദ്രുവിനെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നിരിക്കും. എന്റെ ചന്ദ്രു ആർക്കും ഒരു ഭാരമാവണ്ട. നിക്ക്, വേണ്ടച്ചാ, ഇപ്പൊ അത് വേണ്ട. തൽക്കാലം ഇപ്പോഴത്തെ സ്ഥിതി തന്നെ അങ്ങോട്ട് തുടരട്ടെ. അമ്മയുടെ ഉത്തരവാദിത്തം മനോജിനും അച്ഛന്റെ ബാധ്യത ഈ പ്രകാശിനും. അല്ലെങ്കില് ഹരിതയുടെ പദ്ധതി വിജയിച്ചു എന്ന് കരുതി അവരതിന് ആഘോഷം നടത്തും. അത് വേണ്ട. പ്രകാശേട്ടാ, ഇന്ന് അച്ഛനും അമ്മയും തമ്മിൽ ആദ്യമായിട്ട് കണ്ടതിന്റെ ഓർമ്മ ദിവസം. അത് മറക്കരുത്. ഈ വർഷം അങ്ങനൊരു ദിവസം ആഘോഷിക്കുന്നില്ല എന്ന് വെച്ചാ മതി. ആഘോഷിക്കുന്നില്ലെന്നോ? അത് നീയാണ് തീരുമാനിക്കുന്നത്. അച്ഛാ, മോളെ, എനിക്കെന്റെ ചന്ദ്രുവിനെ ഒരു നോക്ക് കാണാൻ പറ്റില്ലെന്നോ? അത് പറ്റില്ല. എനിക്കെന്റെ ചന്ദ്രു. പ്രകാശേട്ടാ, അമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റില്ലെന്ന് പറയാൻ നാണമില്ലേ നിങ്ങൾക്ക്? ഹരിതയെ പാട്ടിലാക്കാനുള്ള തന്ത്രമൊക്കെ അറിയാമെന്ന് വീമ്പളക്കേട്ടല്ലേ ഇവിടുന്ന് പോയത്. എന്നിട്ട് പെറ്റ തള്ളെ ഒന്ന് കേറി കാണാൻ പോലും കഴിവില്ലാതെ മടങ്ങി വന്നിരിക്കുന്നു. മനോജിനെ വഴി വെച്ച് കണ്ടെന്ന് പ്രകാശം പറഞ്ഞത് സത്യമായിരിക്കുമോ? അതോ ഞാൻ ചന്ദ്രുവിനെ കാണാതിരിക്കാൻ പ്രകാശന്റെ തന്നെ തന്ത്രമായിരിക്കുമോ? മാനത്തെ കൊട്ട